നമ്മുടെ വയർ കിറ്റിൻ്റെ ടെയിൽ പോർഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു സെക്ഷനാണിത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇത് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്ന പോർഷനിൽ ഒരു 4 ക്ലിപ്പും ഒരു എർത്തിൻ്റെ പോയിൻറ്റും കാണാം. ഇവിടേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഗുലേറ്റർ നമ്മൾ അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ക്ലിപ്പിലേക്ക് നമ്മൾ ഈ ക്ലിപ്പുമായിട്ട് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇവിടെ 4 പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 4 പിന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അത് രണ്ടും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മളപ്പോൾ അത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു കേബിൾ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഒരു കേബിള് എർത്തിൻ്റെയാണ്, ഗ്രൗണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്താൽ മാത്രമേ വണ്ടി റണ്ണിങ്ങിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 2 പോർട്ട് നിങ്ങൾക്ക് കാണാം. അതായത് 2 നട്ട് ബോൾട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു 2 പോർട്ട് കാണാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എർത്ത് കേബിൾ ഈ എർത്തിൻ്റെ വയർ നമ്മൾ ഈ ഹോൾസിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വണ്ടിയുടെ ബോഡിയായിട്ട് നമ്മളത് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ നിന്നോളൂ. അത് മറന്നു പോകാൻ ശ്രദ്ധിക്കണം. പിന്നെ വന്നിട്ട് നമുക്ക് വരുന്ന അടുത്ത പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻജിനിലേക്ക് പോകുന്ന ഒരു കോഡ് വയറിൻ്റെയാണ് എൻജിനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ എൻജിനിൽ നിന്ന് വരുന്ന ഒരു കോഡ് വയറുണ്ടോ കണക്ടർ, ആ കണക്ടർ നമ്മൾ ഇതുമായിട്ട് നമ്മൾ കാണുന്ന കണക്ടർ കണക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ വരുന്ന സംഭവമാണ് നമ്മുടെ ഇതിൻ്റെ ഫ്യൂസ് ബോക്സ്. ഇതിൻ്റെ ഉള്ളിലൊരു ഫ്യൂസ് ഉണ്ടാവും. ആ ഫ്യൂസ് പൊട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇതിൻ്റെ ഉള്ളൊരു ഫ്യൂസ്, ഇതൊരു കവറാണ്, ഫ്യൂസിൻ്റെ കവറാണ്. ഫ്യൂസിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കണം. അപ്പോൾ ഫ്യൂസിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വേറൊരു ജംഗ്ഷൻ എത്തും. ഈ ജംഗ്ഷനിൽ നമ്മൾ പെട്രോൾ ടാങ്കിൻ്റെ കണക്ഷൻ്റെ മീറ്ററും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതാണ് വരുന്നത്. നമ്മൾ നോക്കണ്ട, ഞാനത് നോക്കുന്നില്ല, കാരണം നമ്മുടെ വണ്ടിയിലത് ആ ടാങ്കെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 2 പിന്നുള്ളൊരു പോർട്ട് കാണാം. അതായത് ഒരു റെഡും യെല്ലോവും കളറുള്ളൊരു പോർട്ട് കാണാം. അതിലേക്കാണ് നമ്മുടെ നമ്മുടെ സ്റ്റാർട്ടിങ് റിലേൻ്റെ കളറ് ഒരു റെഡും ബ്ലാക്കും ആയിരിക്കും, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു പോർട്ടായിട്ട് നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതൊരു സോളിനോയിഡ് സ്വിച്ച് പോലെയാണ് വർക്കുന്നത്. അപ്പോൾ ഒരു 12 വോൾട്ട് ഇതിനകത്തേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് കീ ഞെക്കി കഴിയുമ്പോൾ 12 വോൾട്ട് സപ്ലൈ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പോയിൻറ്റും നമ്മൾ ഇത് ഇൻറ്റേർണലി ഷോർട്ട് ആകും. അങ്ങനെയാണ് നമ്മുടെ മോട്ടർ വർക്കാകുന്നത്. അപ്പോൾ ഈ ഒരു റിലേക്ക് ഒരു പിന്നുണ്ട്. ഇത് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് നമ്മൾ കൊടുക്കണം. ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് നമ്മൾ ഈ ക്ലിപ്പ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സപ്ലൈ കിട്ടത്തുള്ളൂ. പിന്നെ വരുന്ന ഞാൻ പറഞ്ഞ ടാങ്കിൻ്റെ സെക്ഷനാണ്. പിന്നെ ഇവിടെ ഒരു 4 പിന്നുള്ള ഒരു പോർട്ടും 2 പിന്നുള്ള ഒരു പോർട്ടും അടുപ്പിച്ചടുപ്പിച്ച് കാണാം. ഒരു ഒറ്റ കണക്ഷനിൽ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ CDI നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഈ പൾസറിൻ്റെ CDI നമ്മൾ സെലക്ട് ചെയ്ത് മേടിക്കുക. ഇതിനൊരു 1000 രൂപ വിലയുണ്ട് പുതിയതിന്. സെക്കൻഡ് മേടിക്കുവാണെങ്കിലും കുഴപ്പമില്ല. ഇത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു 4 പോർട്ടുള്ളതുണ്ടാവും, ഇവിടെ 2 പോർട്ടുള്ളതുണ്ടാവും. അവിടെ നമ്മൾ സെയിം കണക്ട് നോക്കിയിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മളത് 4 പോർട്ടുള്ളത് അവിടെയും കൊടുത്തു, 2 പോർട്ടുള്ളത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പം CDIൻ്റെ കണക്ഷൻ ഓക്കെ ആയി. അപ്പോൾ നമ്മളങ്ങനെ CDIൻ്റെ 4 പോർട്ട് ഇവിടെയും കൊടുത്തു, 2 പോർട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ഇവിടെ ഒരു റെഡ് കളറൊരു ക്ലിപ്പ് കാണാം, റെഡ് കളറൊരു കണക്ടർ കാണാം. ഒപ്പം നമുക്കൊരു എർത്തിൻ്റെ കേബിളും കാണാം. ഇവിടെയാണ് നമ്മുടെ ഇഗ്നീഷൻ കോയിൽ കൊടുക്കേണ്ട സ്ഥലം. നമ്മുടെ എഞ്ചിനിലേക്ക് പോകുന്ന സ്പാർക്ക് പ്ലഗിൻ്റെ കോഡ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇവിടെയാണ് ഇഗ്നീഷൻ കോയിൽ വരുന്നത്. അപ്പോൾ ഇഗ്നീഷൻ കോയിലിൻ്റെ ഇവിടെയാണ് ഇൻപുട്ട് വരിക. ഇതാണ് ഔട്ട്, ഇതാണ് ഇൻപുട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു പിന്ന് കാണാം. ആ പിന്നിലേക്ക് നമ്മൾ ഈ റെഡ് കണക്ടർ കൊടുക്കണം, ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. ഒപ്പം ഈ ഒരു എർത്തിൻ്റെ പിന്ന് നമ്മൾ ഈ വലിയൊരു കട്ട വരുന്നുണ്ട് ഇവിടെ, അതുമായിട്ട് നമ്മൾ ജോയിൻ്റ് ചെയ്ത് നമ്മുടെ ബോഡിയായിട്ട് നമ്മളത് ബോൾട്ടിട്ട് മുറുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നെഗറ്റീവിൻ്റെ കണക്ഷനും സപ്ലൈയും നമുക്ക് ഇഗ്നീഷൻ കോയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു ഇഗ്നീഷൻ കോയിലും കൂടി നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ജംഗ്ഷനിൽ നമുക്കൊരു 4 വയറുകൾ കാണാം. ഈ 4 വയറുകൾ നമ്മുടെ ഹോണിൻ്റെ വയറുകളാണ്. ബൈക്കിൻ്റെ വയറിംഗ് കിറ്റ് വെച്ച് നോക്കുമ്പോൾ ഹോണിൻ്റെ വയറിങ്ങാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഈ ഹോണിൻ്റെ വയറിങ്ങിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു നമ്മുടെ ഇഗ്നീഷൻ്റെ അതേപോലെ തന്നെ ഒരു കണക്ടറും കൂടി വരുന്നുണ്ട്.
ഒരു വയർ വരുന്ന ഒരു കണക്ടർ ഉണ്ട്. ഒപ്പം നമുക്കൊരു എർത്തിൻ്റെ കേബിളും കൂടി കിട്ടുന്നുണ്ട്. ഈ സാധനം നമ്മൾ രണ്ടാമത്തെ ഇഗ്നിഷൻ കോയിലുമായിട്ട് നമ്മളത് കണക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇഗ്നിഷൻ കോയിൽ, രണ്ടാമത്തെ പ്ലഗിലേക്ക് പോകുന്ന രണ്ടാമത്തെ കോയിൽ. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പം ഇതാണ് നമ്മുടെ ഇൻപുട്ട്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പം ഇത് നമ്മുടെ എർത്ത്. അപ്പോൾ ഇത് നമ്മൾ ഇതുമായിട്ട് വെച്ചിട്ട് നമ്മളൊരു 10ൻ്റെ ബോൾട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വണ്ടിയുടെ ബോഡിയായിട്ട് നമ്മളിത് കണക്ട് ചെയ്ത് പിടിപ്പിക്കണം. എന്നാൽ മാത്രമേ ഈ സാധനം വർക്കാകത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ നേരെ നമ്മുടെ നമ്മുടെ സ്പാർക്ക് പ്ലഗിലേക്ക് കൊടുക്കണം. ഡയറക്റ്റ് നമ്മുടെ സ്പാർക്ക് പ്ലഗിലേക്ക് കൊടുക്കുക, രണ്ടാമത്തെ സ്പാർക്ക് പ്ലഗിലേക്ക് നമ്മൾ കൊടുക്കുക. പിന്നെ വരുന്ന സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഹെഡിൻ്റെ സെക്ഷൻ, അതായത് നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ സെക്ഷനിലേക്ക് വരുന്ന സെക്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ വയേഴ്സ് കാണാം. ഇതൊന്നും കണ്ടിട്ട് നമ്മൾ ഞെട്ടൊന്നും വേണ്ട. ഇതിനകത്ത് ഈ ഒരു സെക്ഷനകത്ത് നമുക്കൊരു 2 വയർ വരുന്നൊരു ക്ലിപ്പ് കാണാം. ഒരു ചെറിയൊരു വൈറ്റ് കളർ ക്ലിപ്പാണ്, ഒരു വൈറ്റും ഒരു ബ്ലാക്കും വരുന്നത്. ഇത് നമ്മുടെ കീ സ്വിച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഇതിലേക്ക് ഒരു വയറിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു താക്കോലിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ താക്കോൽ ഓണാക്കുമ്പോൾ നമ്മുടെ ഈ ഇഗ്നിഷനും കാര്യങ്ങളെല്ലാം ഓണാവും. ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ജമ്പർ വയർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് സ്റ്റാർട്ടാകാൻ പറ്റും. ഇത് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ സ്റ്റാർട്ടാവില്ല. ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ടൊരു സാധനമാണ്. പിന്നെ വന്നിട്ട് കുറേ കണക്ടേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ എൻജിൻ സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ എൻജിൻ സ്വിച്ചാണ്. ഈ എൻജിൻ സ്വിച്ച് നമ്മൾ ഈ കാണുന്ന കോഡ് വയറിൽ നമ്മൾ കറക്റ്റ് കളർ കോഡ് നോക്കിയിട്ട് നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു യെല്ലോ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ യെല്ലോ നമുക്ക് ഈ വരുന്ന യെല്ലോ കളറോട് നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇഗ്നിഷൻ സ്വിച്ചിൽ നിന്ന് വരുന്ന 2 കോഡുകളിലെ യെല്ലോ കളർ ഞാൻ അവിടെ കണക്ട് ചെയ്തു. പിന്നെ വരുന്നൊരു 6 പിന്ന് വരുന്നൊരു പ്ലഗ് ഉണ്ട്. ആ പ്ലഗ് ഞാൻ നമ്മുടെ എന്താ പറയുക, മെയിൻ താരം, നമ്മുടെ ഇ സി എം എന്നൊക്കെ പറയുന്ന സാധനമാണിത്. നമ്മുടെ ബൈക്കിന് വരുന്ന സാധനമാണിത്. ഇത് കംപ്ലൈൻ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വർക്കാകത്തില്ല. ഇതിലാണ് ഫുൾ പരിപാടി ഇരിക്കുന്നത്. അപ്പോൾ ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിക്കാൻ നല്ല ക്യാഷ് ആവും. ഈ സാധനം നമുക്ക് വേണ്ടൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു ബ്ലാക്ക് കളർ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ പോർട്ടിലേക്ക് നമ്മളത് പ്ലഗ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 6 പിന്ന് വരുന്ന ഒരു പോർട്ട് ഞാൻ കണ്ടു. അപ്പോൾ ആ പോർട്ട് ഞാൻ ഇതുമായിട്ട് കപ്പിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കപ്പിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന കുറച്ച് എന്താ പറയുക, റെഡ് കളർ കപ്ലേഴ്സൊക്കെ വരുന്നുണ്ട്. ഈ റെഡ് കളർ കപ്ലേഴ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 2 റെഡ് കളർ കപ്ലർ വരുന്നുണ്ട്, 2 കളർ വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കണക്ട് ചെയ്തു. അപ്പോൾ ഇതും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്നത് ECMൽ അവശേഷിക്കുന്നത് വൈറ്റ് കളർ അവശേഷിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബാക്കി വരുന്ന ഹെഡ് ലൈറ്റ് സെക്ഷനിലേക്ക് പോകുന്നതും പിന്നെ നമ്മുടെ സ്പീഡിൻ്റെ ആ സാധനം നോക്കുന്നതൊക്കെയാണ്. അപ്പോൾ അതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ മീറ്ററിലേക്ക് കണക്ഷൻ പോകുന്നതിൻ്റെയൊക്കെ ഉണ്ട്. മീറ്ററൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതൊക്കെ ഞാൻ ഒഴിവാക്കി. പിന്നെ നമ്മുടെ എൻജിൻ സ്വിച്ചിൽ നിന്ന് വരുന്നതിൻ്റെ എല്ലാ കണക്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ ഇതിനകത്ത് വരുന്ന വയറിങ്. നമുക്ക് സെൽഫ് റിലേ എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ പ്രസ്സിങ് സ്വിച്ച് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വരുന്ന 2 കണക്ടർ ബ്ലാക്ക് കണക്ഷൻ, ഇതിൻ്റെ ബ്ലാക്ക് കണക്ഷൻ ഒരു വയർ എടുത്തിട്ട് നമ്മൾ സ്വിച്ച് പോലെ, നമ്മളൊരു ചെറിയ സ്വിച്ച് പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നിഷൻ ഓൺ ആയി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് റിലേ വർക്കാക്കാൻ സാധിക്കുള്ളൂ. ആ രീതിയിൽ നമുക്ക് സർക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇവിടെ വരുന്ന നിൽക്കുന്ന സ്വിച്ച് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. നിങ്ങൾ ഈ ഒരു കൺസോൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, മൊത്തത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രസ്സിങ് സ്വിച്ച് തന്നെ ധാരാളം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന ഒരു പൾസറിൻ്റെ വയറിംഗ് കിറ്റിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ വലിയ തലപുകഞ്ഞിരുന്ന് ആലോചിക്കാനുള്ളതൊന്നുമില്ല, കാണുമ്പോൾ കുറേ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാ കണക്ടേഴ്സിനും ഓരോ കളർ കോഡ് ഇട്ടിട്ടുണ്ട്. എല്ലാം റെഡ് ടു റെഡ്, വൈറ്റ് ടു വൈറ്റ്, അങ്ങനെ ബ്ലാക്ക് ടു ബ്ലാക്ക്, യെല്ലോ ടു യെല്ലോ, അങ്ങനെ എല്ലാം കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ പെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ എഞ്ചിനിലേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ടാക്കാൻ പറ്റും. പിന്നെ മെയിൻ വേറൊരു എടുത്തു വരേണ്ട കാര്യം, എല്ലാവർക്കും ഡൗട്ട് വരും, ഇവിടെ ഞാൻ റെഡ് കളർ മാത്രമേ കാണിച്ചിട്ട് അപ്പോൾ ബ്ലാക്ക് നെഗറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവ് ഇവിടെ കൊടുക്കാമെന്ന് എല്ലാവരും ചിന്തിക്കും. അപ്പം എന്താ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നെഗറ്റീവ് എപ്പോഴും കോമൺ ആയിരിക്കും. അപ്പം നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ ബാറ്ററിയിൽ ഒരു ലൈൻ എടുത്ത് നമ്മുടെ ബോഡിയിലേക്ക് വെറുതെ കൊടുത്താൽ മാത്രം മതി, അത് സപ്ലൈ വർക്കായിക്കോളും.
പിന്നെ നമ്മുടെ മോട്ടറിലേക്ക് ഒരു വയർ പോകുന്നുണ്ട്. ആ വയർ നമ്മൾ കൊടുക്കുന്നത് ഈ റിലേയുടെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ സെൽഫ് സ്റ്റാർട്ടിൻ്റെ മോട്ടറിലേക്ക് നമ്മൾ വയർ കൊടുക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ഓൾറെഡി മോട്ടറിൽ ഈ എർത്ത് വഴി കിട്ടിക്കോളും. പോസിറ്റീവ് ലൈൻ പോകുന്നത് നമ്മൾ ഇവിടുന്ന് ഒരു വയർ എടുത്തിട്ട് നമ്മൾ മോട്ടറിലേക്ക് ലൈൻ കൊടുക്കണം. ഇത് മാത്രമേ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ.